നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുള്ളതാണ്. ഇപ്പോഴും മാർക്ക് 30-40 തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ മാക്സിമം ഒരു 50 തന്നെ നിൽക്കുവാണ്. കട്ട് ഓഫ് കടക്കാൻ പറ്റുന്നില്ല. മാർക്ക് എങ്ങനെ 80-ലധികം ആക്കാം, അല്ലെങ്കിൽ 80+ മാർക്കിലേക്ക് ഞങ്ങൾക്ക് എത്താൻ എന്ത് ചെയ്യണം മിസ്സേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തുടർച്ചയായിട്ട് PSC പരീക്ഷ എഴുതുന്നു, പക്ഷെ എപ്പോഴും മാർക്ക് 40-50 ഇതിന്റെ ഇടയിൽ മാത്രമാണ് നിൽക്കുന്നത്. ഈ ഒരു മാർക്കിലാണ് നിങ്ങൾ കുടുങ്ങി പോകുന്നത്. അങ്ങനെ ആകുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്ത് എത്ര പേരുണ്ടെന്ന് എനിക്കൊന്ന് അറിയാനാ. എത്രയൊക്കെ നിങ്ങൾ ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടും ഒരു സേഫ് സോണിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിലും എസ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. PSC മാർക്ക് 40-ൽ നിന്നും 80-ലേക്ക് എങ്ങനെ കുതിപ്പിക്കാം, ഒരു സീക്രട്ട് സ്ട്രാറ്റജിയാണ് പറയുന്നത്. സത്യത്തില് 40 മാർക്ക് വരെ എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് നാള് നിങ്ങളിപ്പോ സ്ഥിരമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ആ ഒരു 40 മാർക്ക് അല്ലെങ്കിൽ 45 മാർക്ക് കിട്ടും. എന്നാൽ ആ 40 എന്ന മാർക്ക് 80 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തണമെങ്കിൽ വെറുതെ പഠിച്ചാൽ മതിയോ? വെറുതെ പഠിച്ചാൽ പോരാ. നിങ്ങൾ ഇപ്പോ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ട്രാറ്റജി മാറ്റണം. അതെങ്ങനെ മാറ്റും, അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് ഫാമിലി. എന്റെ പേര് അശ്വതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യത്തെ സ്റ്റെപ്പ്, മാർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, സ്റ്റോപ്പ് ഗസ്സിങ്. നിങ്ങൾ ഗസ് ചെയ്യുന്നത് നിർത്തുക. അതായത് നെഗറ്റീവ് മാർക്കുകളെ നിയന്ത്രിക്കുകയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. നിങ്ങള് ഈ 80 മാർക്കിൽ എത്താത്തതിന്റെ ആദ്യത്തെ കാരണം നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക. അറിയാത്ത ചോദ്യങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇരുന്ന് കറക്കി കുത്തി നെഗറ്റീവ് മാർക്ക് വാങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മാർക്ക് 80-ൽ എത്താത്തത്. അവസാനത്തെ എക്സാമിന്റെ അവസാനത്തെ 15 മിനിറ്റ് ഇരുന്നങ്ങ് ഗസടിപ്പ അല്ലേ? നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ? ഇരുന്നങ്ങ് ഗസടിച്ച് അവസാന നിമിഷം ഒന്നും ആലോചിക്കാതെ കുറെ ക്വസ്റ്റ്യൻസ് അങ്കുത്തി അതൊക്കെ നെഗറ്റീവായി ഉള്ള ചോദ്യത്തിന്റെയും കൂടി മാർക്ക് പോവും. അപ്പൊ ഒരു ചോദ്യം കണ്ട അതിന്റെ 4 ഓപ്ഷനുകളിൽ 2 എണ്ണമെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രം ഉത്തരം എഴുതുക. അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ചോദ്യം അങ്ങ് വിടുക. നിങ്ങൾക്ക് 40 ശരി ഉത്തരം കിട്ടിയെന്ന് കരുതുക, പക്ഷെ 60 എണ്ണം ബാക്കി ഊഹിച്ചെഴുതിയാൽ നിങ്ങളുടെ മാർക്ക് എവിടെ പോയി? ആ 40 പോലും ഇല്ല, കുത്തനെ താഴോട്ട് പോകത്തില്ലേ? അതുകൊണ്ട് ആക്യുറസിക്ക് പ്രാധാന്യം നൽകുക, ഗസ് ചെയ്യുന്നത് നിർത്തുക. അങ്ങനെ നെഗറ്റീവ് മാർക്ക് കഴിവതും ഒഴിവാക്കുക. കറക്കിക്കുത്തൽ പാടില്ല. ഇപ്പൊ 4 ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾ ഈ 2 ഓപ്ഷനെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്കിൽ എലിമിനേഷൻ മെത്തേഡ് വഴി നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. അല്ല എന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യാൻ, ഈ വൈൽഡ് ഗസ്സിംഗ് എന്ന പരിപാടി നിർത്തുവല്ലോ. നെഗറ്റീവ് മാർക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. നെഗറ്റീവ് അടിച്ചാൽ നിങ്ങളുടെ മാർക്ക് എല്ലാം പോകുന്നത്. അല്ലാതെ നിങ്ങൾ ഇത്രയും പഠിച്ചില്ല എന്നതിലല്ല. പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ഞാൻ LDC ആയി ജോലി വാങ്ങിയ ആ പരീക്ഷ, ഞാൻ എഴുതിയ പരീക്ഷയിൽ ഞാൻ മാക്സിമം നെഗറ്റീവ് കുറച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് പ്ലസ് പോയിന്റ്. എനിക്കുള്ള മാർക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നെഗറ്റീവ് മാർക്ക് മാക്സിമം കുറയ്ക്കുമല്ലോ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC 2027 ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് 9-ന് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അപ്പൊ അതുവരെ ഉള്ളൂ അഡ്മിഷൻ. ഇനി കുറച്ച് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരുപാട് ആൾക്കാരെ ഒന്നും എടുക്കത്തില്ല. ഞാനൊരു ഫിക്സഡ് നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം എല്ലാവർക്കും അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എന്റെ മെന്റർഷിപ്പിൽ പഠിക്കാം, വന്നോളൂ. എന്റെ സ്റ്റഡി പ്ലാൻ വെച്ച്, ഞാൻ ജോലി നേടിയ അതേ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ പോകുന്നു. അപ്പോൾ ഇതൊരു സുവർണ അവസരമാണ്. ഇപ്പൊ തന്നെ ആപ്പിൽ കയറി ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഐഫോണിലും അതുപോലെ ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ലോഞ്ചിങ് ഓഫറും ഉണ്ട്.
പുതിയ LDC കോഴ്സിന്റെ ലോഞ്ചിങ് ഓഫറും അവൈലബിൾ ആണ്. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഈ ബാച്ച് മെയിൻ ആയിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാർ, വീട്ടമ്മമാര്, ബിഗിനേഴ്സ്, പഠനത്തിൽ ഗ്യാപ്പ് വന്ന ആൾക്കാർ, ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ബാച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം തന്നെയാണ്. ഇപ്പോൾ തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. എക്സാം കഴിയുന്നത് വരെ LDC 2027 എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. കൂടുതൽ മാർക്ക് കിട്ടാനുള്ള അടുത്ത വഴിയിലേക്ക് പോകാം. ഫോക്കസ് ഓൺ SCERT, CA ആൻഡ് മാത്സ്. കറണ്ട് അഫയേഴ്സ്, SCERT, മാത്സ് എന്നിവ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക. കുറെ പേർക്ക് GK പഠിക്കാനായിരിക്കും ഇഷ്ടം. അവർ GK മാത്രം പഠിച്ചുകൊണ്ടിരിക്കും. GK ഒരു 50 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പൊ ബാക്കി 50 മാർക്ക് നിങ്ങൾക്ക് വേണ്ടേ? ഈ 50 മാർക്കിന്റെ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാ മതിയോ? പോരാ. അപ്പോ GK മാത്രം പഠിച്ചു പോയാൽ നെഗറ്റീവ് മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 40 മാർക്കേ കിട്ടത്തുള്ളൂ. അപ്പൊ 80 എത്തണ്ടേ? അപ്പൊ 80 എത്തണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. SCERT, മാത്സ് ആൻഡ് മെന്റൽ കറണ്ട് അഫയേഴ്സ്. SCERT എന്ന് പറയുമ്പോൾ 5 മുതൽ 10 വരെയുള്ള സയൻസ്, സോഷ്യൽ പാഠഭാഗങ്ങൾ. പുതിയ പാറ്റേണിലുള്ള പ്രസ്താവനാ ചോദ്യങ്ങൾ കൂടുതലായിട്ടും വരുന്നത് SCERTയിൽ നിന്നായിരിക്കും. അത് മനസ്സിലാക്കുക. അടുത്തത് മാത്സും മെന്റൽ എബിലിറ്റിയും ഡെയിലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡെയിലി ഒരു മണിക്കൂർ മാത്സിനും മെന്റൽ എബിലിറ്റിക്കും വേണ്ടി മാറ്റിവെക്കാൻ പറ്റത്തില്ലേ നിങ്ങളെ കൊണ്ട്? അപ്പോൾ മാത്സും മെന്റൽ എബിലിറ്റിയും ഇംഗ്ലീഷും ഒക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താ. വേറെ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷും മലയാളം ഒക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എന്തായാലും പുറത്താവും. ഈ മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷും മലയാളം ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് GK ഇച്ചിരി ഒന്ന് ബാക്കിലേക്ക് പോയാലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാൻ പറ്റും. അപ്പോൾ മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ നന്നായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ദിവസവും 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. അടുത്തത് കറണ്ട് അഫയേഴ്സ് ആണ്. പഴയ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. 2026 അതുപോലെ 2025 ഒക്കെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ 3 ഏരിയാസ്, SCERT, കറണ്ട് അഫയേഴ്സ്, മാത്സ് നന്നായിട്ട് നോക്കുമല്ലോ. നോക്കത്തില്ലേ? ഇത് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ആയി വരുന്നത് കാണാൻ സാധിക്കും. അടുത്തത് മോക്ക് ടെസ്റ്റുകളാണ്. പരീക്ഷകളെ പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പരീക്ഷാ ഹാളിൽ പോയി പരീക്ഷ എഴുതിക്കോളാം, ആ ഒരു ചിന്തയല്ല വേണ്ടത്. നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ പരീക്ഷ എഴുതി ശീലിക്കുക. ഇതൊക്കെ പഠിച്ചാൽ മതിയോ പോരെയോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി തന്നെ നിങ്ങളെ സ്വയം വിലയിരുത്തണം. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മോക്ക് ടെസ്റ്റുകൾ പഠിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി ഒരു ഫോണിൽ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോക്കിലായാലും ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് സമയബന്ധിതമായി എഴുതി ശീലിച്ചാൽ മാത്രമേ എക്സാം ഹാളിലെ ടെൻഷൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂ. കൃത്യമായിട്ട് ടൈമറൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിന്റെ സഹായം വേണമെങ്കിൽ ആപ്പിൽ കയറി മോക്ക് ടെസ്റ്റുകൾ ടോപ്പിക് വൈസും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ പരീക്ഷകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെ സഹായിക്കും. ഓരോ പരീക്ഷയ്ക്കും അനുയോജ്യമായ പ്രത്യേകം മോക്ക് ടെസ്റ്റും SCERT ബേസ്ഡ് ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. SCERT പഠിക്കണമെങ്കിലും മാത്സ് പഠിക്കണമെങ്കിലും മെന്റൽ എബിലിറ്റി പഠിക്കണമെങ്കിലും കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കണമെങ്കിലും ആപ്പിൽ കയറി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന 40 മാർക്കിൽ നിന്നും നിങ്ങളെ 80 ഉയർത്താൻ ഇങ്ങനെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആവും. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലാതെ സാധാരണ മോഡൽ എക്സാംസും ചെയ്യാം, അതുപോലെ PSCയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സാംസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ്, മാർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് റിവിഷൻ ആണ്. റിവൈസ് ദ അൾട്ടിമേറ്റ് കീ എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ്. പുതിയ കാര്യങ്ങൾ, എപ്പോഴും പുതിയ കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ നോക്കുക എന്നതാണ്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ശനിയും ഞായറും തന്നെ എടുത്തോളൂ. ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുക. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആപ്പിലും ഞാൻ ശനിയും ഞായറും ഫുൾ റിവിഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയാൽ മതിയോ? പോരാ. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്? നെഗറ്റീവ് അടിക്കാതിരിക്കുക. SCERT മാത്സും ഇംഗ്ലീഷും ഒക്കെ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആക്കുക. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലൂടെ നിങ്ങൾക്ക് പരമാവധി കിട്ടുന്ന ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ എടുത്തു വെച്ച് പഠിച്ചോളാം. ടോപ്പിക് വൈസ് ടെസ്റ്റും ഒക്കെ എടുത്തു വെച്ച് പഠിച്ചോളാം. കൃത്യമായി റിവിഷൻ അടിക്കുക. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഒരു 3 മാസം തുടർച്ചയായി ചെയ്യാൻ പറ്റുമോ?
എങ്കിൽ എങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങളുടെ മാർക്ക് 80 കടക്കും, അത് ഉറപ്പാണ്. അപ്പൊ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാമോ? ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി നമ്മുടെ ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്തും കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുമല്ലോ. ഞാൻ ചോദിച്ച കാര്യം ഒന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.